എന്ന് പറഞ്ഞപ്പോ ഇന്ന് വിഷയം എടുക്കാവോന്ന് ചോദിച്ചപ്പോ ഞാൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇന്നത്തെ ടോപ്പിക്ക് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള. ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. ആദ്യം മദ്യാസക്തന്റെ ഒരു സ്വഭാവം ഒന്ന് വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഒരു മദ്യാസക്തന്റെ ചിന്തകള്, മദ്യാസക്തന്റെ പ്രവൃത്തികള് സാധാരണഗതി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നാം സാധാരണ കേൾക്കുന്ന ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന പഴയ ആപ്തവാക്യത്തിന്റെ മൂല്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ എളുപ്പമാണ്. വർഷങ്ങളായി അത് ആവർത്തിച്ച് പറയപ്പെട്ടു വരുന്നതിന്റെ കാരണം പലതരത്തിലും പ്രയോജനപ്രദമായിട്ടുള്ളത് കൊണ്ടാണ്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇത് ഈ സ്വാതന്ത്ര്യം പോലെ തന്നെ ഒരു സംഗതിയാണ്. നമുക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം. ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് സ്വതന്ത്ര രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് എന്തിനും സ്വാതന്ത്ര്യം. വണ്ടി ഓടിച്ചു പോവാനാണെങ്കിൽ നമുക്ക് ഏത് റൂട്ടിലൂടെയും ഏത് വണ്ടിയും ഓടിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ലൈസൻസ് ഉണ്ടായാൽ മതി. പിന്നെ വണ്ടിക്ക് ബുക്കും പേപ്പറുകളും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് ഏത് വഴിയിലൂടെ പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള അവകാശമല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരാൾക്കും ഇതേപോലെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. എന്റെ പരിധി എന്ന് പറയുന്നത് എന്റെ പറമ്പിന്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞാല് മറ്റേയാളുടെ പറമ്പാണ്. അപ്പൊ അതൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് കടക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ജീവിക്കുക. നമുക്ക് എങ്ങനെയും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും അതേപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരെ ജീവിക്കാൻ വിടുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുമ്പോൾ നമുക്ക് കുടിയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ ചുരുക്കമുള്ളത്. അത് വരുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പങ്കുവെച്ച് നോക്കാം. ഏഴിലെ അംഗങ്ങളായ ഞങ്ങൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഈ ആപ്തവാക്യം ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നു. ഇടപെടുന്നവരിൽ ഞരമ്പ് രോഗമുണ്ടാക്കുന്ന ആളുകളുമായി പൊരുത്തപ്പെടാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. ഇടപെടുമ്പോൾ പലപ്പോഴും മദ്യാസക്തരായിട്ടുള്ള ആൾക്കാർ, അവരുടെ മിക്കവാറും സൗഹൃദങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ആ സൗഹൃദങ്ങള് എപ്പോഴും നല്ല സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ചിലപ്പം പ്രതികരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരുടെയും ജീവിതത്തിലും അത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരിക്കാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ മദ്യപാന ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ സമയത്തും മദ്യപാനത്തിന്റെ പ്രശ്നം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും കാണാൻ കഴിയും. ഈ ബന്ധങ്ങളിലാണ് മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ബന്ധങ്ങളാണ്. മറ്റ് പ്രശ്നങ്ങളില്ലെന്നല്ല. സാമ്പത്തിക പ്രശ്നങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങള്, ഇതാണ് പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ബന്ധങ്ങളിലുള്ള പ്രശ്നം. അപ്പോൾ മദ്യപാനം എവിടെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബന്ധങ്ങളെയാണ്. അത് കുടുംബ ബന്ധങ്ങളെ, അത് സാമൂഹ്യ ബന്ധങ്ങളെയും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് കുടിച്ചു തുടങ്ങിയ സമയത്ത് നോക്കൂ. കൗമാരപ്രായത്തിൽ ബിയറും വൈനും കുടിച്ച് ഞങ്ങൾ നടത്തിയ പരീക്ഷണങ്ങൾ തികച്ചും സ്വാഭാവികമായി തോന്നപ്പെട്ടു. ആദ്യം കുടിച്ചപ്പോ ഒക്കെ വളരെ രസകരമായിരുന്നു. കാരണം സമപ്രായക്കാരായ മറ്റുള്ളവർ അങ്ങനെ ചെയ്തിരുന്നതിനാലും
ചെയ്തിരുന്നതിനാലും അവരുടെ അംഗീകാരം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നതിനാലും അതിനെ തുടർന്ന് കുടി തുടരാനായി വിവാഹ സദ്യകൾ, വിരുന്നുകൾ, നാമകരണങ്ങൾ, സത്കാരങ്ങൾ, അവധി ആഘോഷങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, മദ്യസൽക്കാരങ്ങൾ, ബിസിനസ് ലഞ്ചുകൾ, ഇങ്ങനെ പട്ടിക ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവാം. ആ ആ സമയത്തൊക്കെ ഇതിനൊക്കെ നമ്മൾ പോയിരുന്നത് മിക്കവാറും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ കൂടെ മദ്യപിക്കാമെന്ന ഒരു ലക്ഷ്യമാണ് പലപ്പോഴും ഇത്തരം പരിപാടികളിലേക്ക് നമ്മളെ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് പ്രചോദനമായത് എന്നുള്ള വിവരം നമ്മൾ അറിയാതെ പോവുക ചെയ്ത്. ഒരു കല്യാണത്തിന് പോവുക എന്ന് പറഞ്ഞാല് കല്യാണത്തിന് അത്യാവശ്യമാണെങ്കിൽ, അത്യാവശ്യമുള്ളവരാണെങ്കിൽ പോവാ, അതല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ പോവാതിരിക്കാം. നമുക്ക് അതിനേക്കാൾ വലിയ അത്യാവശ്യമുള്ള പരിപാടി ഉണ്ടെങ്കിൽ പോവാതിരിക്കാം. പക്ഷെ കുടിക്കുന്ന സമയത്ത് നമ്മളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അവിടെ കുടി ഉണ്ടാവും എന്നുള്ളത് ഉണ്ടെങ്കിൽ ചിലപ്പം ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് ആ സൽക്കാരത്തിന് പങ്കെടുക്കാറുണ്ട്. വിരുന്നുകളോ എന്തെങ്കിലും പരിപാടി. അതേപോലെ തലേ ദിവസം പോവുക കല്യാണത്തിന്റെ അന്നല്ലേ സാധാരണ പോലെ. ഇനി തലേ ദിവസം രാത്രിയിൽ പോവും. അത് പോകുന്നത് അവിടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സൗഹൃദം പങ്കുവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തലേ ദിവസം രാത്രിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ കുറച്ച് സൗഹൃദം പങ്കുവെക്കണമെങ്കിൽ തലേ ദിവസം രാത്രി ഒരു രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ പോവും. പിന്നെ കുടിക്കുന്നവർ മാത്രം അവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഒരു കുടിക്കുന്ന ഒരാളായിട്ട് കുറെ ആൾക്കാരുമായിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് രസകരമായി ഇരിക്കാൻ വേണ്ടി ഈ സൽക്കാരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയും സൗഹൃദമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന്. ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ കുടിച്ചതിന്റെ കാരണം ഭാഗികമായും മറ്റുള്ളവരെല്ലാവരും കുടിച്ചിരുന്നു എന്നതും ഞങ്ങൾ കുടിക്കണമെന്ന് അവരെ ആഗ്രഹിച്ചിരുന്നു എന്ന തോന്നലുമാണ്. എല്ലാവരും സുഹൃത്തുക്കളായ എല്ലാവരും കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുടിച്ചു കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആണ് കുടിച്ചിരുന്നത്. അത് വലിയൊരു കുഴപ്പമില്ല, ആർക്കും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഒരു സന്തോഷം ആ അവസരത്തിൽ കിട്ടി. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത്തരം ഒരു അവസരം വരുമ്പോൾ ആ തീരെ ഒഴിവാക്കാതെ ആ സന്തോഷം കിട്ടാൻ വേണ്ടി അടുത്ത പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നു. നല്ല ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ തനിച്ചോ അല്ലെങ്കിൽ വല്ലപ്പോഴുമോ രഹസ്യമായോ മദ്യപിച്ചിരുന്നവർ പലപ്പോഴും അപ്രകാരം ചെയ്തത് ആരും ഞങ്ങൾ എത്രമാത്രം അല്ലെങ്കിൽ പതിവായി എത്ര കുടിക്കാറുണ്ടെന്ന് അറിയാതിരിക്കാനാണ്. ഈ സൗഹൃദ വേളകളിൽ കുടിക്കുന്ന സമയത്ത് എല്ലാവരും അറിയേണ്ടത് ഞാനൊരു മാന്യനായ കുടിക്കാരനാണ്. എനിക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ അറിയാം. എന്നിട്ട് നല്ല രസകരമായി കുടിച്ചു പോകുന്ന ഒരാളാണ് എന്ന് ആൾക്കാർ വിചാരിക്കാൻ വേണ്ടി ആ സഭയിലൊക്കെ മാന്യമായി കുടിക്കുകയും എന്നിട്ട് സ്വകാര്യമായി രഹസ്യമായിട്ട് വാങ്ങി വെച്ച് മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ആഘോഷവേളയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ക്രിസ്മസ്, ഈസ്റ്റർ പോലെയുള്ള ദിവസങ്ങളിലൊക്കെ ആദ്യമൊക്കെ കുടിച്ച് എന്താ പറയാ വല്ലാതെ ഓവറാവുമായിരുന്നു. കാരണം എല്ലാ വീട്ടിലും ക്രിസ്മസ് കൂടാൻ പോകും. അപ്പൊ അവസാനമൊക്കെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ആ ദിവസം ഞാൻ വാങ്ങലില്ലായിരുന്നു. എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. ആ ദിവസം ഞാൻ വാങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വീട്ടിൽ വെക്കും. എന്നിട്ട് ബാക്കിയുള്ള വീടുകളിലൊക്കെ പോയി വളരെ ലിമിറ്റ് ചെയ്ത് കുടിച്ച് മാന്യനായി ഭാവിച്ച് നടന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വെച്ച് കുടിക്കും. അങ്ങ് മറ്റുള്ളവർ കാണുന്നത് ഒരു മോശമായിട്ട്, അതായത് കുടിച്ചു ഉന്മത്തനാവുന്നത് കാണുന്നത് മോശമാണെന്നുള്ളത് കൊണ്ട് പുറമേയുള്ള കുടിയൊക്കെ മെല്ലെ മെല്ലെ കുറച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ സാധനം മെല്ലെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരാൻ തുടങ്ങിയത്. മുഴുവൻ കുടിച്ചിട്ടല്ല പോരുന്നത്. കാരണം മുഴുവൻ കുടിച്ചിട്ട് പോരുമ്പോ ഞാൻ വലിയ കുടിച്ചാടുന്ന ആളായിട്ട് മറ്റുള്ളവർ കണ്ടാൽ അത് മോശമല്ലേ
എന്ന ഒരു ഭയം കാരണം പിന്നീട് മെല്ലെ വാങ്ങി വെക്കാൻ തുടങ്ങി. മറ്റുള്ളവർ ഞങ്ങളുടെ കുടിയെപ്പറ്റി സംസാരിക്കുന്ന കേൾക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മിക്കവാറും ആൾക്കാരുടെ രീതി അതാണ്. അഥവാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തുടർന്നുള്ള വിമർശനവും പരാതിയും ഒഴിവാക്കാനായി ഞങ്ങൾ അവരോട് എപ്പോഴും ഞങ്ങളുടെ മദ്യപാനത്തിന്റെ ന്യായീകരണങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, നീ എന്താ അങ്ങനെ കുടിച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊക്കെ കൃത്യമായ ന്യായീകരണം കൊടുക്കുമായിരുന്നു. ന്യായീകരണത്തിന്റെ വളരെ വലിയ എന്താ പറയാ രാജാക്കന്മാരായിരുന്നു നമ്മളൊക്കെ. നമ്മള് ഗോപാലൻ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 നായുടെ ആൾക്കാരാണ് നമ്മളത്. അതിലൊന്നാണ് ന്യായീകരണം. കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ, വല്ലാതെ ഓവറായി കഴിഞ്ഞാല് പിറ്റേ ദിവസം ആൾക്കാർ ചോദിക്കും, എന്താണ് നീ ഇന്നലെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അതിന് ഒരു ന്യായീകരണം പറയും. അതായത് അയാൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അയാൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ആ സാധനം മോശമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭക്ഷണം ശരിക്ക് കഴിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം പറയും. അവിടെ ഒന്നും ഞാൻ അമിതമായി മദ്യപിച്ചു ഇതുകൊണ്ടാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞില്ല. കാരണം മിക്കവാറും എല്ലാം ഔട്ട്സൈഡ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കാരണം ഇൻസൈഡ് ആണ്, നമ്മുടെ ഉള്ളിലായിരുന്നു. കുടിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ മാക്സിമം കുടിക്കുക, അതായിരുന്നു. അത് എന്റെ ഒരു പ്രകൃതമാണെന്ന് അംഗീകരിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെ മറ്റെന്തെങ്കിലും സംഭവത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കുടിച്ചത് എന്ന് ന്യായീകരിക്കുക. അത് ഒരു പ്രധാന സ്വഭാവമായിരുന്നു. രണ്ടാമത്തെ നായ എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുക. അതിപ്പോ ഒരു തവണ അങ്ങനെ കുടിച്ചല്ലേ ഉള്ളൂ, ഞാൻ എത്രയോ തവണ കുടിച്ച, പക്ഷെ ആ ഒരു സമയത്തല്ലേ, അതത്ര വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവൽക്കരിക്കും. പിന്നെ നിഷേധിക്കലാണ് മൂന്നാമത്തെ നാ. ഏയ് ഞാനങ്ങനെ ഒന്നും ആയിട്ടില്ല, ഞാനങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ആവാണ്ട് ശ്രദ്ധിക്കുക. ഹോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, അൺമ്യൂട്ട് ആവുന്ന ആളുകളുടെ മൈക്ക് മ്യൂട്ടാക്കാൻ ശ്രമിക്കുക. താങ്ക് യു. വിജയമാഷ തുറന്നോളൂ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ നിഷേധിക്കുക. ഞാൻ അങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരാളെ അല്ല. ഞാൻ എപ്പോഴും വളരെ ലിമിറ്റ് ചെയ്ത് ന്യായമായി എന്താ പറയാ കുടിക്കുന്ന ഒരാളാണ്. പിന്നെ അന്ന് അങ്ങനെ സംഭവിച്ചത് അത് ഇങ്ങനെ കൊണ്ടാണ്, അത് എന്റെ കുഴപ്പമല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നിഷേധിക്കുകയും ന്യായീകരിക്കുകയും നിസ്സാരവൽക്കരിക്കുക. അതിപ്പോ ഒരു പ്രാവശ്യം കുടിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താവാനാ എന്നുള്ളത്, അങ്ങനെ എപ്പോഴും അതിന്റെ ഒരു ന്യായം ഉണ്ടായിരുന്നു. മിക്കവാറും ഈ സൗഹൃദ വേളകളിലാണ് ഇത്തരം സംഗതികൾ കൂടി വരുന്നത്. ഞങ്ങളിൽ ചിലരെല്ലാം കുടിച്ചതിന് ശേഷം മറ്റുള്ളവരോട് തർക്കിക്കുകയോ അക്രമാസക്തരാവുകയോ ചെയ്യുന്നവരായിരുന്നു. എല്ലാവരും ഒന്നുമില്ല, ചിലര് തർക്കിക്കും. അന്നേരമാണ് ഇവരുടെയൊക്കെ വായിൽ നാക്കുണ്ടെന്നുള്ളത് മനസ്സിലാവാത്ത ഒരു സന്ദർഭം. ഈ കുടിച്ച് ഇത്തിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അയാള് എല്ലാ ഡയലോഗുകളും തുടങ്ങും. അങ്ങനെ തുടങ്ങുന്ന ഡയലോഗുകൾ അയാളുടെ ക്യാരക്ടർ അനുസരിച്ചാണ് വരിക. അതായത് അയാളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരിക. എന്ന് വെച്ചാല് നെഗറ്റീവ് ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരാള് എപ്പോഴും കുടിച്ച് പൂസായി കഴിയുമ്പോൾ അയാളുടെ സുബോധത്തെ മദ്യം എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ ഉപബോധ മനസ്സിലുള്ള അയാളുടെ ചിന്തകൾ പുറത്തു വരും. ആ സമയത്ത് ചിലപ്പം ചീത്ത വാക്കുകൾ വരും. ആ ചീത്ത വാക്കുകൾ ഇയാളുടെ ഉള്ളിൽ അങ്ങനെ നെഗറ്റീവ് ചിന്തകളുടെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അത് പുറത്തു വരാത്തത് ഇയാൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഇയാൾ പലപ്പോഴും പറയാത്തത്. അത് പറഞ്ഞാൽ ശരിയാവൂല, അത് പറയുന്ന ആരോടാണ്, അവരോട് ഇവരോടൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് പുറത്തു വരില്ല. പക്ഷെ ആ ബോധം അങ്ങോട്ട് നശിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ നിന്ന് അത്തരം ചീത്ത വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ
മറ്റേ ആള് അതിനേക്കാൾ സ്ട്രോങ്ങിൽ പുറത്തു ഇതേപോലെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അക്രമാസക്തനാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലപ്പോഴും ഈ അക്രമത്തിലേക്ക് നീങ്ങിയ ആൾക്കാരുമുണ്ട്. എന്നാൽ എന്ത് കാണിച്ചിട്ടും ഒരു പ്രശ്നമില്ലാത്ത പോകുന്ന ആൾക്കാരും ധാരാളമുണ്ട്. ഞാന് ചില സമയത്തൊക്കെ അക്രമാസക്തനാവുന്ന ഒരാളെ. ആ എന്നാൽ മിതമായി ഈ ഈ ഇതേ ആവുന്ന ആള് തന്നെ മിതമായി കുടിച്ചതിന് ശേഷം മറ്റു വ്യക്തികളുമായി കൂടുതൽ നന്നായി ഇണങ്ങി പോകാമെന്ന് ഞങ്ങളിൽ ചിലർക്ക് തോന്നി. അതേ ഞാൻ തീരുമാനിക്കുന്നു. കുടിച്ച് വല്ലാതെ ഓവറായത് കൊണ്ടാണ് ഈ അക്രമാസക്തനായത്. അതുകൊണ്ട് കുടി കുറച്ചാൽ ഡീസന്റ് ആയിട്ട് കുടിച്ചു പോരാൻ കഴിയും. എന്നാലോ കുടിസഭയിൽ അങ്ങനെ അല്ലല്ലോ. സഭയില് മിടുക്കനായ കുടിക്കാരൻ എന്ന് പറയുന്നത് നന്നായി കുടിക്കുകയും ഡീസന്റ് ആയി നടക്കുകയും ചെയ്യും. എത്ര കുടിച്ചാലും പൂസാവാത്ത, എത്ര കുടിച്ചാലും വണ്ടി ഓടിച്ചു പോകുന്ന, എത്ര കുടിച്ചാലും വീഴുകയും ചെയ്യാത്ത ഒരു ആളാണ് ഒരു കുടിസഭയിലെ ഏറ്റവും ഹീറോ. ഒരു ഹീറോ ആവാനുള്ള ഹീറോ പരിവേഷം കിട്ടാനുള്ള ഒരു ശ്രമമൊക്കെ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ചില ആൾക്കാർ അങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര കുടിച്ചാലും ഡീസന്റ് ആയിട്ട്. പക്ഷെ അത് നമുക്ക് പറ്റാത്തത് കൊണ്ട് പിന്നെ ചെയ്ത ശ്രമം എന്ന് പറഞ്ഞാൽ കുറെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ സ്ഥലം വിടുക. ഇണങ്ങി പോകാമെന്ന് ഞങ്ങൾക്ക് സൗഹൃദ സായാഹ്നങ്ങളിൽ പിരിമുറുക്കമുള്ള വിൽപ്പന ജോലിയിൽ തൊഴിൽദാതാവുമായുള്ള അഭിമുഖത്തിൽ ഏത് സാഹചര്യത്തിലും ലൈംഗിക വേഴ്ചയിൽ പോലും ഈ കുറച്ച് കുടിച്ചാൽ നന്നായിട്ട് ഈ പെർഫോം ചെയ്യാമെന്നുള്ള ഒരു ധാരണ രൂപീകരിച്ചു. അപ്പൊ കുടിക്കണ്ട എന്നല്ല, കുടിക്കണം, അത് കുറച്ച് കുടിക്കണം എന്ന്. ആദ്യമൊക്കെ കുടിക്കാൻ തുടങ്ങിയപ്പോ കുറെ കുടിക്കണം എന്നായിരുന്നു ചിന്തയെങ്കിൽ ഈ കുടി കുറച്ചൊരു പ്രശ്നമാവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ കുടി കുറയ്ക്കണം, കുടി നിർത്തണമല്ല, കുടി കുറയ്ക്കണം, കുടി കുറച്ചിട്ട് ഡീസന്റ് ആയിട്ട് നടക്കണം. ഇത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് എന്നുള്ള ഒരു സിദ്ധാന്തമൊക്കെ രൂപീകരിച്ചു. അല്പമദ്യം എന്താ ബോധം തെളിയിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ആപ്തവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ബുദ്ധി തെളിയിക്കുന്ന സാധനം ആണ് മദ്യം. നല്ല ഉന്മേഷം ഉണ്ടാക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ പറ്റുന്ന അല്പം മദ്യം കഴിക്കുമ്പോഴാണ്. ആൾക്കാരോട് വർത്താനം പറയാൻ പറ്റുന്ന മദ്യം കഴിക്കുമ്പോഴാണ്. അതൊക്കെ അല്പം കഴിക്കുകയാണെങ്കിൽ നല്ല ഡീസന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഒരു സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിയിട്ട് അല്പം മദ്യം കഴിക്കാനുള്ള തീവ്രമായ ശ്രമമൊക്കെ നടത്തും. കുറച്ച് കഴിക്കാം. അങ്ങനെ എത്രയോ സ്ഥലങ്ങളില് അല്പം മദ്യം കഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തേ കയറിയിട്ടുള്ളൂ. ഞാൻ എത്രയോ പ്രാവശ്യം ബാറിൽ കയറിയിട്ട് അധികം കഴിക്കരുത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് നേരത്തെ ബാറിൽ കയറും. അതിനിട്ട് അവിടുന്ന് ഇരിക്കാതെ അവിടെ സ്റ്റാൻഡിങ്ങിൽ തന്നെ 2 2.5 3 പെഗ് അടിച്ച് നേരെ വീട്ടിൽ പോകാമെന്ന് കരുതി അങ്ങനെ കയറി അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അന്നേരം ഇത് സംഗതി പൂസായിട്ടുണ്ടാവില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാല് കുറച്ചു നേരം കഴിഞ്ഞ് വണ്ടി കാത്ത് നിൽക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേറെ ഒരു ബാറിലേക്ക്, ആ ബാറിൽ കയറും. അപ്പോ ആ തീരുമാനം കുറച്ചു നേരത്തേക്കേ അത് നിലനിൽക്കുള്ളൂ. പിന്നെ അത് പൊളിഞ്ഞു പോവുക. അങ്ങനെ മദ്യപിക്കുന്ന നമ്മളുടെ ഒരു സ്വഭാവം മദ്യപാനത്തിന്റെ ഫലമായി പലരും തങ്ങളുടെ സ്നേഹിതരെ തിരഞ്ഞെടുത്തത് അവർ എത്രമാത്രം കുടിക്കുമെന്നതിനെ ആശ്രയിച്ചാണ്. വേറെ ഒരു സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കുടിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത്. ഒരു പെഗ് അടിച്ചിട്ട് 2 പെഗ് അടിച്ചിട്ട് വീട്ടിൽ പോകുന്നവരൊന്നും കൂടെ കൂട്ടില്ല. കൂടുതൽ കുടിക്കുകയും നീറ്റായിട്ട് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടത്. അവരുടെ മദ്യപാന ശൈലിയുമായി യോജിക്കാതെ വരുമ്പോൾ സ്നേഹിതരെ മാറ്റുക പോലും ചെയ്തു. ആ ടീം നമ്മൾ വിടും. അവരെ കുടിച്ചു കഴിഞ്ഞാൽ അലമ്പാവുക, കുടിച്ചു കഴിഞ്ഞാല് കുടിച്ചോണ്ടേയിരിക്കുക, അങ്ങനെ കുറച്ച് ഒരു നമ്മുടെയൊക്കെ ഒരു ഡീസൻസിക്ക് കണക്കാക്കി
അല്ലാതെ കുടിക്കുന്ന ആൾക്കാരെയൊക്കെ ടീമിനൊക്കെ വിട്ട് 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 നമ്മള് നല്ല കുടിയന്മാര്, ഡീസന്റ് ആയിട്ടുള്ള കുടിയന്മാരുടെ കൂടെ കുടിക്കാനുള്ള ഒരു തീരുമാനം എത്തുന്നു. എന്നിട്ട് പിന്നെ പിന്നെ അവര് ഒന്നിച്ച് കുടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം എത്തുമ്പോ ഒരുപാട് പേരുടെ കൂടെ ആദ്യകാലത്തൊക്കെ കുടിച്ചിരുന്നെങ്കിലും അവസാനത്തെ കുടിയുടെ കാലം വന്നപ്പോഴേക്കും വളരെ കുറഞ്ഞ ആൾക്കാരായിട്ട് മാറിയിരുന്നു. ഏഹ് ഓ, പേരിന് ഒന്നോ രണ്ടോ പെഗ് മദ്യം കഴിക്കുന്നവരായിരുന്നില്ല കൂടെ കൂട്ടിയത്. അത്യാവശ്യം കഴിക്കുകയും വേണം, എന്നാൽ ഡീസന്റ് ആയിട്ട് നടക്കുകയും വേണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. തീർത്തും കുടിക്കാത്തവരെ നേരത്തെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇപ്പൊ ബന്ധങ്ങളില് ഈ പറഞ്ഞ വല്ലാത്ത ഒരു കുറവാണ് സംഭവിച്ചത്. ഇപ്പൊ മദ്യപിക്കുന്നതിന് മുമ്പ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മദ്യപാനം കുറച്ച് തുടങ്ങി അതൊരു ആവശ്യ വസ്തുവായി മാറാൻ തുടങ്ങിയപ്പോഴേക്കും മദ്യപിക്കുന്നവർ മാത്രമായി സുഹൃത്തുക്കള്. ആ മദ്യപിക്കുന്ന ആൾക്കാർ തന്നെ ഒരുപാട് പേരെ ഘട്ടം ഘട്ടം ഘട്ടമായി പിന്തള്ളി പിന്തള്ളി അവസാനം ഈ നന്നായി മദ്യപിക്കുന്ന, ഡീസന്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ബന്ധങ്ങൾ അങ്ങോട്ട് ചുരുങ്ങി പോയി. കുടിയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ വിപരീതമായ പ്രതികരണം ഞങ്ങളെ കുറ്റബോധമുള്ളവരും കുപിതരുമാക്കി. ഈ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒരു കുടിയനായി പോയി എന്നുള്ളത് ശരിക്കും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലാവാതെ വേണ്ടിയിരുന്നില്ല എന്ന് പിറ്റേ ദിവസം രാവിലെ തോന്നുന്ന തരത്തിലേക്ക് കുറ്റബോധമുള്ളവരെ. തലേ ദിവസം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല ഈ കുടിയിൽ ഏർപ്പെട്ടത്. ആ അങ്ങനെ കുടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആയിപ്പോവുക. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു കുറ്റബോധം. അന്നേരമാണ് ശരിക്കും കയ്യിലുണ്ടായിരുന്ന പൈസ, പിന്നെ ആരോടെങ്കിലും കുളത്തിട്ടിട്ടെങ്കിൽ ആ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ പിറ്റേ ദിവസം രാവിലെ. പിന്നെ നാണക്കേട്, നാണക്കേട് അവര് അറിഞ്ഞു ഇവരറിഞ്ഞു, ഈ നാണക്കേട് ഇങ്ങനെയുള്ള. അപ്പൊ നമ്മളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റ രീതി അല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ വല്ലാത്ത കുറ്റബോധം ഉണ്ടാവുകയും ചെയ്തു. അല്ലാതെ ആ കുറ്റബോധം വരുന്നോട്, അല്ലെങ്കിൽ അതാണ് ഒരു ടൈപ്പ്. പിന്നെ വേറെ ചില ആൾക്കാര് ദേഷ്യം ഉള്ളവരാക്കി. കുടുംബത്തിലും ഒക്കെ വല്ലാതെ ദേഷ്യം ഉണ്ടായി. അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിലെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ഒക്കെ ഇതിനോടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണം തുടങ്ങും. ഈ എന്തെങ്കിലും കുറ്റം പറയാനോ ചീത്ത പറയാനോ ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഭയങ്കരമായ ദേഷ്യം വരാൻ തുടങ്ങി. വീട്ടുകാരോടൊക്കെ ദേഷ്യം വരുന്നു. മര്യാദയ്ക്ക് ജോലിക്ക് എത്താത്തത് കൊണ്ട് തന്നെ ജോലി സ്ഥലത്തുനിന്ന് അവിടുന്ന് മേധാവികളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരോടും ദേഷ്യം പിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സഹപ്രവർത്തകരോടോ ഒക്കെ ദേഷ്യം പിടിക്കുന്നു. കുടിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, എന്റെ കുടി ശരിയായ രീതിയിലല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോടൊക്കെ വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഒക്കെ സംഭവിക്കുന്നു. ചിലർക്കാണെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആളുകൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി, എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് എന്റെ കാര്യം നോക്കുന്നത്? ഇവരുടെ ഒന്നും പൈസക്കല്ലല്ലോ ഞാൻ കുടിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടല്ല ഞാൻ കുടിക്കുന്നത് എന്ന ഒരു ന്യായം നിരത്തിക്കൊണ്ട് അവർക്കൊക്കെ അവരുടെ കാര്യം നോക്കിയാൽ പോരെ എന്നിടയ്ക്കൊക്കെ ആഗ്രഹിച്ചു പോവുകയും ചെയ്യും. എല്ലാവരും എന്റെ നേരെ നോക്കും, എന്നെ കുറ്റം പറയുന്നു, എന്നെ വഴക്ക് പറയുന്നു, എന്നെ കളിയാക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരു ഫീലിങ്ങിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ഈ ഞങ്ങളെ വിമർശിച്ചിട്ടില്ലാത്ത ആളുകളുടെ നേർക്ക് പോലും പലപ്പോഴും ഞങ്ങൾക്ക് കോപവും ഭയവും തോന്നി. ഈ കുറെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളില് അതൊരു ഒരു സ്ഥിരം സംഭവമായി മാറി. അവരോട് ഒരു നെഗറ്റീവ് പ്രതികരണം. അത് ആ പ്രതികരണം നമ്മളോട് നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരോട് പോലും അത് വരാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു നീരസം, ഈ കോപം ഒരു ജനറൽ സ്വഭാവമായിട്ട് മാറുകയും
അപരാധ ബോധത്താൽ ഞങ്ങൾ ചുറ്റുമുള്ളവരുടെ തൊട്ടാവാടി സ്വഭാവത്തോടെ പ്രതികരിക്കാനും തുടങ്ങി. ഇപ്പൊ നമ്മുടെ പ്രതികരണം മോശമായി തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ കയറി ഉടക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് മെല്ലെ മാറി ഞങ്ങൾ ഓരോരോ രഹസ്യ വിരോധങ്ങൾ ഉള്ളിൽ വെച്ച് താലോലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അയാളെ ശരിയല്ല, ഇയാളെ ശരിയല്ല, അയാൾ അങ്ങനെയാണ് എങ്ങനെയാണ്, എന്നിട്ട് ഇവരോടൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കണക്ക് ചോദിക്കണം എന്നൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ഉണ്ടായി. ഒരവസരം കിട്ടുമ്പോ അവരോട് ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. വിജയൻ ഇപ്പൊ മാഷല്ലോ. തന്നെ ഹലോ 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 കേൾക്കാം മാഷെ, കേൾക്കാം. അവരുടെ മൈക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, കേക്കാലോ? ആ കേൾക്കാം വിജയ മാഷ, സംസാരിച്ചോളൂ. സോറി, ഞാൻ ഓക്കെ. മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. ആ ഓക്കെ. അങ്ങനെ ആണ് ഒരു കുടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങളോട് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ബാറുകൾ മാറി കയറി നോക്കി, ജോലി മാറി നോക്കി, അല്ലെങ്കിൽ താമസ സ്ഥലം മാറി നോക്കി. ഇപ്പൊ കുടി ഇത്തിരി കൂടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അതിനെ ഒഴിവാക്കാനല്ല ആദ്യമൊക്കെ ശ്രമിച്ചത്. ഇതിന്റെയൊക്കെ കാരണം ഈ ഔട്ട്സൈഡിലുള്ള ഈ ആൾക്കാർ. ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്, എന്റെ നാട് വേനപ്പാറ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ കുടിയനായത്. കാരണം വേനപ്പാറയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ അങ്ങാടി, ഈ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. എവിടെയെങ്കിലും നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് രണ്ടെണ്ണം അടിക്കുക, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ വരിക, അങ്ങനെയൊക്കെ ശ്രമം നടത്തി. ഇത് മൂന്നാമത്തെ ശ്രമം നടത്തി നോക്കിയത് വീട്ടിൽ കൊണ്ടുവച്ച് അടിക്കാം. അതാണ് ഏറ്റവും രസകരമായ ഒരു ഒരു അടി എന്ന് പറയുന്നത്. വാങ്ങി വീട്ടിൽ വെച്ച് അത് ഒരു പ്രാവശ്യമേ അത് നടന്നിട്ടുള്ളൂ. ഒരു ലിറ്റർ വാങ്ങിക്കൊണ്ട് വെച്ച ഒരാഴ്ച അടിക്കാൻ തീരുമാനിച്ചതാ. പക്ഷെ രണ്ടാമത്തെ ദിവസം അത് തീർന്നുപോയി. അപ്പൊ അതുകൊണ്ട് അതും പരാജയപ്പെട്ടു. അങ്ങനെ ഈ സൗഹൃദങ്ങളൊക്കെ മോശമായി വന്നപ്പോഴാണ് കുടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ഞങ്ങളെ കൂടാതെ വളരെയധികം ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു പരിധി വരെ ഞങ്ങളുടെ കുടിയുമായി പങ്കുണ്ടായിരുന്നു. കുടിക്കാത്ത ആൾക്കാരുമായിട്ട് കുടിയുമായിട്ട് പങ്കുവരുന്നത്, കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെന്നില്ലല്ലോ. വീട്ടിലുള്ളവരുമായിട്ടും നാട്ടിലുള്ളവരുമായിട്ടും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് അത് വഴുതി വീണുണ്ട്. ഇങ്ങനെ ഉള്ള അതാണ് പശ്ചാത്തലം കുടിയുടെ. അങ്ങനെ കുടി നിർത്തി ഏല ആദ്യമായി കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരെയാണ്. ഇതാണ് ആ കുടിസഭയില് സൗഹൃദത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും കുടിക്കാൻ പോയത്. പക്ഷെ ആ സൗഹൃദ വേളകളിലൊക്കെ തന്നെ ഈ പല ആൾക്കാരും യോജിക്കാത്ത ആൾക്കാരാണ്. നമ്മളോട് ഒരുമാതിരി കൊനിഷ്ഠ വർത്താനം പറയുകയും ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും അവസാനം കൂടെ എതിർത്ത് സംസാരിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. പക്ഷെ എന്നാലും കുടിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുമായിട്ട് പിന്നെയും പൊരുത്തപ്പെട്ട് പിറ്റേ ദിവസം കുടിക്കാൻ പോയിട്ട് എത്രയോ തവണ എന്നെ പറ്റിച്ച എനിക്ക് എന്റെ അടുത്ത് കണക്കൊക്കെ ഉണ്ട്. 5 8 തവണയെങ്കിലും എന്നെ എല്ലാ തരത്തിലും പറ്റിച്ച ആളായിട്ട് പോലും അവസാന കാലത്ത് ഞാൻ കുടിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒരാളില്ല, വേറെ അധികം ആളില്ല. പിന്നെ ഉള്ളത് അവൻ തന്നെയാണ്, അവര് തന്നെയുള്ളു. അപ്പൊ അവരുടെ കൂടെ അല്ലാണ്ട് ഏതായാലും കുടിക്കാൻ പോകാൻ ആള് വേണം. പിന്നെ അയാളുടെ കൂടെ തന്നെ പിന്നെയും കുടിക്കാൻ പോയിട്ട് എന്നാല് ഒന്നും കുടിക്കാത്തൊരവസ്ഥയാണെങ്കിൽ ഒരിക്കൽ നമ്മളെ പറ്റിച്ച ഒരാളുടെ കൂടെ പിന്നെ പോകാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ അവസരത്തിൽ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് വീണ്ടും
അയാളോട് ഭയങ്കരമായ, എന്നിട്ട് അന്ന് അതിന്റെ ന്യായം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, കുടിക്കുന്ന സമയത്ത് എത്ര തെറ്റിയാലും പിറ്റേ ദിവസം ലോഹ്യാവും എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. അതിന്റെ കാരണം ഈ എയിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. കുടി നിർത്തി ആദ്യമായി എയിൽ കടന്നു വന്നപ്പോ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച കുടിയന്മാരാണ്. ഈ ആളുകളെ കണ്ടത് വലിയൊരു ആശ്വാസമായിരുന്നു. അവർക്ക് ഞങ്ങളോടുള്ള പ്രതികരണത്തിൽ വിമർശനമോ സംശയമോ ഇല്ലായിരുന്നു. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളോട് താല്പര്യമുള്ളവരുമായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു ചേഞ്ച് ഫീൽ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സൗഹൃദം എപ്പോഴും നമ്മളെ ഒരു കുറ്റക്കാരനാക്കി, നമ്മളൊരു മോശക്കാരനാക്കി ലേബൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സമൂഹത്തിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും നിർവാഹം ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അവരുടെ കൂടെ തന്നെ പോയി കുടിക്കുക, വേറെ ഇല്ലല്ലോ. എന്നിട്ട് വീണ്ടും ബഹളം ഉണ്ടാക്കിയിട്ട് വരിക, പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുറ്റബോധം ഉണ്ടാവുക, എന്നിട്ട് അന്ന് വൈകുന്നേരം വീണ്ടും അവരുടെ കൂടെ പോയി കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സമയത്താണ് കുടിയൊക്കെ നിർത്താൻ തീരുമാനിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വരികയും ചെയ്തു. ഇവിടെ വന്നപ്പോ ഇവിടെ ആരും കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ കുടിക്കുമായിരുന്നോ എന്ന് പോലും ആരും ചോദിച്ചില്ല. നീ എത്ര കുടിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. നീ വല്ല ബഹളം ഉണ്ടാക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. ആൾക്കാരോട് ബഹളം ഉണ്ടാക്കിയോ, പോലീസ് കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഒന്നും ചോദിക്കുന്നില്ല. ഒരു കാര്യം മാത്രമല്ല, ഒരു നല്ല സൗഹൃദം, വിമർശനമില്ല, സംശയമില്ല. ഇന്നലെ കുടിച്ചോ, കുടിച്ചിട്ടാണോ വന്നത്, ആ കാര്യത്തിലും സംശയമില്ല. മണത്ത് നോക്കാൻ വരുന്നില്ല. നീ കുടിക്കാതെയാണോ വന്നത്, കുടിച്ചിട്ടാണോ വന്നതെന്ന് ഉറപ്പുവരുത്താൻ ആരും അടുത്തേക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസ്യതയുള്ള ഒരു സ്ഥലമായിട്ട് അത് ഫീൽ ചെയ്തു. അതാണ് ആകർഷിച്ച ഒരു സംഗതി. അവർ ഞങ്ങളെ മനസ്സിലാക്കുന്നവരും ഞങ്ങളുടെ താല്പര്യമുള്ളവരായിരുന്നു. നമ്മൾ കുടിക്കാതിരിക്കുന്നതിനോടുള്ള അവരുടെ താല്പര്യം കാണുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് പറയുമ്പോൾ അതൊരു വലിയ ആശ്വാസമായി. ശരിക്കും എന്താ പറയാ, എല്ലാ ബന്ധങ്ങളും പോയി എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളോട് ഇഷ്ടമുള്ള, നമ്മളെ കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് കണ്ടപ്പോ ആ കൂടെ അങ്ങ് നിൽക്കാൻ തോന്നി. അന്നേരമാണ് ഇത് ഇവിടെ മാത്രമല്ല ഗ്രൂപ്പ്, അവിടെയുണ്ട് ഇവിടെയുണ്ട് ഗ്രൂപ്പ് എന്ന് അറിഞ്ഞപ്പോ ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ അതിശീഘ്രം പായാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെയും ഇതേപോലെ നല്ല സ്വീകരണം കിട്ടും. അപ്പൊ അപ്പുറത്തെ ഗ്രൂപ്പിൽ ചെന്നപ്പോ അവിടെയും സ്വീകരണം കിട്ടും. അങ്ങനെ ഗ്രൂപ്പുകൾ മുഴുവനും മാറി 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 ചെന്നപ്പോഴൊക്കെ നല്ല ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ കുറച്ചു കാലം പോയി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തില് മനസ്സിലായത് ഇത് വേറെ ഒരു ലോകമാണ്. ഇത് ഇവിടുത്തെ സ്ട്രാറ്റജി തന്നെ വേറെയാണ്. ഇവിടെ സൗഹൃദം, ഞാൻ കുടിക്കാതിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ടീമാണ് ഞാൻ. ഇവിടെ കുറ്റം പറയുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു ടീമാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇതിനോട് ഒരു ഇഷ്ടം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ നാട് വിട്ടു പോയാൽ കൊള്ളാമെന്ന് വിചാരിച്ച എന്റെ വേനപ്പാറയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തിരുവമ്പാടി എന്ന് പറയുന്ന അവിടെയുള്ള ധന്യ ഗ്രൂപ്പിൽ പോവുകയാണ്. 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ ദിവസവും വൈകുന്നേരം അവിടെ പോകുന്നു, മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവിടെ പോയി ആൾക്കാരുമായിട്ട് സംവദിക്കുന്നു, ഏകാരായിട്ട് സംവദിക്കുന്നു, തിരിച്ചു വരുന്നു. കുറെ കാലത്തേക്ക് ഞാൻ ഈ വേനപ്പാറ അങ്ങാടിയിൽ ഇറങ്ങാതിരിക്കും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാൻ മെഡലൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ ഒരു വിശ്വാസം വരികയും, എന്റെ നാട്ടില് ആൾക്കാരൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞപ്പോ അത് മനസ്സിലാക്കിയ ആൾക്കാർ ഓരോരുത്തരായിട്ട് ചോദിക്കുകയും എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയും, അങ്ങനെ പിന്നെ അവരോടൊക്കെ ഞാൻ പറയുകയും അതിൽ 1-2 പേര് എന്റെ കൂടെ വരികയും അവരിൽ മദ്യപാനം നിർത്തിയും, അങ്ങനെ എന്റെ വേനപ്പാറയില് ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങുകയും ഒരു 10-26ഓളം പേര് ഇവിടെ നിന്ന് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അവിടെ അതിന്റെ ഒരു കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ കൂട്ടായ്മയിൽ ചെന്നപ്പോ എൻ്റെ ഒരു മനസ്സിന് കിട്ടിയ ഒരു വലിയ ആശ്വാസമാണ്, ഒരു സൗഹൃദമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. 10:45 അടുത്ത വിഷയാവതരണത്തിലേക്ക് എത്തുകയാണ്. ഏതായാലും സൗഹൃദമാണ് രണ്ടിടത്തും ഉണ്ടായിരുന്നത്. കുടിക്കണ സമയത്തും സൗഹൃദം, ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ സൗഹൃദം. കുടിക്കണ സമയത്തുണ്ടായിരുന്ന സൗഹൃദത്തിന്റെ വലയം കുറഞ്ഞു കുറഞ്ഞു വന്നെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് സൗഹൃദം വളർന്ന് ഇപ്പൊ ദാ ഈ ഗ്രൂപ്പിൽ ഞാനെത്തി. ഈ ഗ്രൂപ്പിൽ വന്നപ്പോ ഈ ഗ്രൂപ്പിൽ എത്രയോ ആൾക്കാര്, അവര് ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള ആൾക്കാർ, എത്രയോ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ. അപ്പൊ അവരുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ ഒരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമല്ല. ആ ഭാഗ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ബാനറിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ നമുക്ക് നേടിത്തന്നത് എൻ്റെ ജീവിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ ജീവിതം ഉണ്ടാക്കി തന്നത് സൗഹൃദമാണെന്ന് തിരിച്ചറിയുന്നു. ആ സൗഹൃദത്തിന് വഴിയൊരുക്കി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ മഹത്തായ ഈ കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ കൂട്ടായ്മ നിലനിൽക്കണം, സൗഹൃദം നിലനിൽക്കണം. എങ്കിൽ ആദ്യം ഞാൻ മദ്യപിക്കാതെ നിലനിൽക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി തന്ന കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് കേട്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു വിജയമാഷ്, താങ്ക് യു വെരി മച്ച്. അടുത്ത് നമുക്ക് പെട്ടെന്ന് ആർക്കെങ്കിലും വിജയമാഷ് പറഞ്ഞ കാര്യത്തെ പറ്റി സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പിട്ട് വന്ന് ചോദിക്കാം. ദയവ് ചെയ്ത് മീറ്റിംഗിന്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, താങ്ക് യു വിജയമാഷ്, താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമ്മൾ ഹരിഹര ലക്ഷ്മൺ ചേട്ടനെ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ സ്വീകരിച്ച നടപടികളാണ് പറ്റിയാണ് ലക്ഷ്മൺ ചേട്ടൻ അവതരിപ്പിക്കുന്നത്. നമസ്കാരം, കേൾക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനൊരു അമിത മദ്യാസക്തന്റെ സഹായത്താലും ഈ മഹത്തായ കൂട്ടായ്മയുടെ ശക്തി കൊണ്ട് മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹായ് ഹരിഹര ലക്ഷ്മണേട്ടാ. ഹായ് നമസ്കാരം. നമ്മളന്ന് വായിച്ചു നിർത്തിയ സ്ഥലം ഇത് വായിക്കലാണ്, പുസ്തകം വായിക്കലാണ്, വിഷയാവതരണമല്ല. പുസ്തകം വായിക്കുക, എന്നിട്ട് അതിന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയത്, when I let go of the problem, I do not solve the problem, but I free myself for other things. അപ്പൊ ഈ പ്രശ്നങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുവാനായിട്ട് ഞാൻ എന്നെ തന്നെ അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് ഈ ലെറ്റ് ഗോ, വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ഓഥർ പറയുന്നത്. ഐ ക്യാൻ ഗോ ഓൺ വിത്ത് മൈ ലൈഫ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഞാൻ തന്നെ ഉണ്ടാക്കും. ആൻഡ് ഫൊർഗെറ്റ് അബൌട്ട് ദ പ്രോബ്ലം. പ്രശ്നത്തെ മറക്കുവാനും സാധിക്കും എന്നുള്ളതാണ്. ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം, when I have given up wrestling with it and turned it over to God, the right answer will come. അപ്പൊ പ്രശ്നത്തെ ഞാൻ തന്നെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തരം വല്ലാത്തൊരു ബദ്ധപ്പാടോ അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തം, അത് ഒഴിവാക്കിക്കൊണ്ട് ഞാനത് ദൈവത്തിന്റെ അടുത്ത് വിട്ടുകൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഉത്തരം ദൈവം തരും എന്നാണ് പറയുന്നത്. വളരെ ശരിയാണ്. അത് ഒരുപാട് ജീവിതത്തിൽ തന്നെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ
ഇതെന്താണെന്ന് അറിയാതെ ജീവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഇതിന്ന് കിട്ടിയ ഈ അറിവുള്ളത് കൊണ്ട് നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സംടൈംസ് ദ ഡയറക്ഷൻസ്, ദ ആൻസേഴ്സ് വിൽ കം ഫ്രം വിത്തിൻ മീ. ഒരു പ്രശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരും. എ ലോട്ട് ഓഫ് ടൈംസ് ദേ വിൽ കം ഫ്രം അതർ പീപ്പിൾ. കൂടുതൽ പ്രാവശ്യം മറ്റുള്ളവരിൽ നിന്നാണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടാവുക. ദിസ് ഷുഡ് മേക്ക് മീ മോർ മൈൻഡ്ഫുൾ ദാറ്റ് ഗോഡ് ഈസ് വിത്തിൻ അതർ പീപ്പിൾ. ഇവിടെ ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ദൈവം എവിടെയാണുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഗോഡ് ഈസ് വിത്തിൻ അതർ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ഹൂ ദേ ആർ. ആരും ആവട്ടെ, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസില് നമ്മൾ നമ്മളുടെ ഫെലോഷിപ്പ്, നമ്മളുടെ മറ്റുള്ള മെമ്പേഴ്സിനെ നാം കരുതുന്നത് പോലെ ഇവിടെ എല്ലാവരും തുല്യരാണ്. അപ്പൊ ദൈവം മറ്റുള്ളവരിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നു. അപ്പോ ഗോഡ് ഈസ് വിത്തിൻ അതർ പീപ്പിൾ റിഗാർഡ്ലെസ് ഓഫ് ഹൂ ദേ ആർ. അവരാരാണ്, അതായത് അവരാരാണെന്നുള്ളത് എന്തെങ്കിലും സമ്പന്നരാണോ അല്ലെങ്കിൽ പോസ്റ്റ് ആണോ, അങ്ങനെയുള്ള വകഭേദങ്ങളില്ലാതെ തന്നെ അവരാരോ ആയിക്കോട്ടെ, പക്ഷെ അവിടെയാണ് ദൈവം ഉള്ളത് എന്നുള്ളത് ഞാൻ അറിയേണ്ടിയിരിക്കുന്നു. I used to have a big problem trying to select people that I was willing to listen to very carefully. എനിക്ക് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. എന്ത് ആളുകളെ തിരഞ്ഞെടുക്കുക. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം. മൈക്ക് മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ലിസൺ ടു ഓൺലി നോളജബിൾ പീപ്പിൾ. അറിവുള്ളവര് മാത്രം പറയുന്നത് കേൾക്കണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ഗോഡ് സ്പീക്സ് ത്രൂ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ദൈവം അറിവുള്ള ആളുകൾ മാത്രമല്ല, അങ്ങനെയല്ല, എല്ലാവരിലൂടെയും ദൈവം എന്നോട് സംസാരിക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സംടൈംസ് ആൻസർ സീംസ് ടു കം ഫ്രം വിത്തിൻ മീ. ചില സമയത്ത് എൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ളൊരു മറുപടി എനിക്ക് കിട്ടാറുണ്ട്. The big book says, what used to be the hunch or occasional inspiration gradually becomes a working part of the mind. What used to be the hunch or occasional inspiration gradually becomes a working part of the mind. അതായത് ഇടയ്ക്ക് മാത്രം വരുന്ന ഒരു പ്രചോദനം, അത് പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോയി. 87 പേജിൽ ഉള്ള ഒരു കാര്യമാണത് പറയുന്നത്. ഈ ഹഞ്ച് എന്ന് പറയുന്നത് ഒരുതരം ഊഹബുദ്ധി, അതാണ്. അപ്പോ വി ഓൾ ഹാഡ് ഹഞ്ചസ്, ബട്ട് വി ഹാവ് ഫൗണ്ട് ദാറ്റ് വി റിയലി കാൺട്ട് ലിവ് ഓൺ ഹഞ്ചസ്. എല്ലാവർക്കും ഇതുപോലുള്ളൊരു ഊഹം ഉണ്ടായിരുന്നു. ഊഹിക്കുന്നവരെ തന്നെയാണ്, മനസ്സുണ്ടെങ്കിൽ ഊഹിക്കും. അപ്പൊ അത് ദേ കം വെൻ ദേ വോണ്ട് ടു ആൻഡ് ഗോ വെൻ ദേ വോണ്ട്. അപ്പൊ അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഈ ഹഞ്ച് ഊഹം വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ വി ഹാവ് ഫൗണ്ട് ദാറ്റ് വി റിയലി കാൺട്ട് ലിവ് ഓൺ ഹഞ്ച്. ഈ ഊഹത്തിലൂടെ മാത്രം ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അത് കണ്ടുപിടിച്ചു. They come and they want. They come when they. ഈ ഊഹത്തിലൂടെയുള്ളൊരു മാനസികാവസ്ഥ അതിന് വേണമെന്ന് പറഞ്ഞുമ്പോൾ വരും, അത് പിന്നെ പോവുകയും ചെയ്യും. They want to. They are not reliable. എപ്പോഴും അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. The big book says that അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഊഹബുദ്ധിനെ,
The big book says that if we keep practicing this program, they will gradually become a working part of our lives. അതാണ് ഈ പ്രോഗ്രാം ഈ ഒരു പദ്ധതി നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് മെല്ലെ മെല്ലെ മനസ്സിനെ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകാൻ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് വർക്കിംഗ് പാർട്ട് ഓഫ് അവർ മൈൻഡ്സ്, നേരത്തെ പറഞ്ഞ ഈ ഊഹബുദ്ധി അതിൽ നിന്ന് മാറ്റി ഈ ഒരു പ്രോഗ്രാമിന്റെ മനസ്സിലേക്ക് നമ്മെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. If we practice the program, we can live successfully. We won't have all the answers, but with this tool, we can get any answer we need. നമ്മൾ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഒരു സക്സസ്ഫുൾ എന്ന് പറയുന്നുണ്ട്, അതായത് നമുക്ക് ഒരു പ്രയോജനകരമായ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കും. വി വോണ്ട് ഹാവ് ഓൾ ദി ആൻസേഴ്സ്, എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടായിരിക്കണമെന്നില്ല. ബട്ട് ദിസ് ടൂൾ, വിത്ത് ദിസ് ടൂൾ, അതായത് ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു ടൂൾ, ഒരു ഉപകരണം, അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതെന്നാണ് വി ക്യാൻ ഗെറ്റ് എനി ആൻസർ വി നീഡ്. നമുക്ക് ആവശ്യമുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. വി ഡോണ്ട് ഹാവ് ടു വാക്ക് അറൌണ്ട് വിത്ത് ഓൾ ദ ആൻസേഴ്സ് ഇൻ അവർ ലിറ്റിൽ ഹെഡ്സ്. ഒരുപാട് ഉത്തരങ്ങളായിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ കടന്ന് തിരിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. റിമെമ്പർ, we weren't created to be self-sufficient. God did not make one of us to be self-sufficient. നമ്മള് സ്വയം പര്യാപ്തരായിട്ടല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. സ്വയം പര്യാപ്തതയോടുകൂടി ആരെയും അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. God did not make one of us to be self-sufficient. We were made to rely on God. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് ദൈവത്തിനെ ആശ്രയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് ഓൺ ഈച്ച് അതർ. അത് ശരിയാണല്ലോ. നമ്മള് ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ തന്നെ എല്ലാവരിലും, നമുക്ക് ചുറ്റുമുള്ളവരിലും ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആസ് വി ലേൺ ടു ടേൺ തിങ്സ് ഓവർ ടു as we learn to turn things over and receive God's directions, this principle is demonstrated very powerfully. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു മൽപ്പിടുത്തം പിടിക്കാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, എന്തിനു പഠിക്കണം? നമ്മളുടെ പ്രശ്നങ്ങളും ജീവിതവും ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ആൻഡ് റിസീവ് ഗോഡ് ഡയറക്ഷൻസ്, അപ്പോഴാണ് ദൈവത്തിന്റെ ഒരു നിർദ്ദേശം, ഒരു വഴികാട്ടൽ നമുക്ക് സംഭവിക്കുന്നത്. ആ വഴി കാണിച്ചു തരുമ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഡെമോൺസ്ട്രേറ്റഡ് വെരി പവർഫുൾ. ഈ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് വളരെ സുലഭമായ, വളരെ എളിമയോടുകൂടിയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും. അതിന്റെ ശക്തമായ ഒരു പ്രകടനം തന്നെയാണ് അവിടെ ഇത് കാണാൻ പറ്റുക. ദ ഫോർത്ത് വാല്യുബിൾ സജഷൻ, നമ്മളിപ്പോ ഇവിടെ നേരത്തെ വായിക്കുമ്പോൾ പറയണ്ടായി 4 സജഷൻസ് ആണ്. എന്തൊക്കെ? രാത്രി, പകല്, തീരുമാനമില്ലായ്മ, പിന്നെ പ്രാർത്ഥന. അപ്പൊ അതിൽ 4ാമത്തെ, ദ ഫോർത്ത് വാല്യുബിൾ സജഷൻ ഡീൽസ് വിത്ത് പ്രയർ. പ്രാർത്ഥനയാണ് 4ാമത്തെ ഒരു നിർദ്ദേശം. Most people who are having problems in their lives have an ineffective prayer life. പ്രശ്നങ്ങളുള്ളവര് വേണ്ട രീതിയിൽ പ്രാർത്ഥനയില്ലായ്മയോട് കൂടിയിട്ടൊരു ജീവിതം ജീവിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. If you are a spiritual giant, I guess you could say it is because your prayer life is healthy. നമ്മളൊരു ആത്മീയമായിട്ടുള്ള ഒരു വലിപ്പം കൂടിയ ആളാണെങ്കിൽ നമുക്ക് ഈ ഓഥർ പറയുന്നത് ഒരുപക്ഷെ ഊഹിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാല് എന്റെ പ്രാർത്ഥനയായിട്ടുള്ള പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ജീവിതം
വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത്. അതുകൊണ്ട് ജീവിതം നല്ല രീതിയിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബട്ട് ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് ടഫ് ഗോയിങ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻഎഫക്റ്റീവ് പ്രയർ. എന്ത് തന്നെ ആയാലും ഇഫ് യു ആർ എക്സ്പീരിയൻസിങ്, നമ്മളൊരു വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എന്തില്, ആത്മീയ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അത് ഒരു അർത്ഥം ഇല്ലാത്ത ഒരു പ്രാർത്ഥന ആയതുകൊണ്ടായിരിക്കാം എന്ന് പറയാൻ സാധിക്കും. സോ ദിസ് സജഷൻസ് ഡീൽസ് വിത്ത് ഇഫക്റ്റീവ് പ്രയർ. എങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു അർത്ഥമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഫലമുള്ള പ്രാർത്ഥനയായിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിർദ്ദേശം. ഈ നിർദ്ദേശത്തിലേക്കാണ് അത്, പ്രയർ എന്നുള്ള നിർദ്ദേശം എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. In my troubled life, I wasted all my prayer time telling God what I wanted. എല്ലാവരും നമ്മൾ ഒരുപാട് പറയുന്നത് കേൾക്കാറുണ്ട്. എൻ്റെ ആകെ കലങ്ങി മറിഞ്ഞ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി. എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. I couldn't effectively use prayer to get directions. പ്രാർത്ഥനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാർഗനിർദ്ദേശം എനിക്ക് കിട്ടിയില്ല. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചില്ല എന്റെ പ്രാർത്ഥന. ബിക്കോസ് I used my prayers to give directions. Because I used my prayers to give directions. I couldn't effectively use prayer to get directions because I used my prayers to give directions. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. Prayer is meant to be when we receive our directions, but I use my whole prayer life directing God, telling him what to do. ദൈവം എന്ത് ചെയ്യണം എന്ന്, അതാണ്. അപ്പൊ നിർദ്ദേശം വാങ്ങിക്കലല്ല, നിർദ്ദേശം കൊടുക്കലായിരുന്നു. അപ്പൊ ദൈവത്തിന് തന്നെ ഞാൻ നിർദ്ദേശിച്ചു. എന്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ ദൈവത്തിന് തന്നെ ഒരു തരം നിർദ്ദേശം കൊടുക്കലായിരുന്നു, എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. പ്രയർ ഈസ് മെന്റ് ടു ബി വേർ വി റിസീവ് അവർ ഡയറക്ഷൻസ്. ദൈവം നമുക്ക് തരുന്ന മാർഗനിർദ്ദേശം സ്വീകരിക്കാതെ ഞാൻ എന്റെ പ്രാർത്ഥനയെ മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ദൈവം എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അതാണ് സമയം വേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം I needed him to tell me what to do. അങ്ങനെ അപ്പോ അത് ദൈവം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അതേ സമയത്ത് ദൈവം എന്താണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, അതും ഞാൻ ആവശ്യപ്പെട്ടു. It is very hard to switch 180 degrees and go from directing God to him directing. രണ്ടും ചെയ്യണം. ഞാൻ ദൈവത്തിനെ ഡയറക്റ്റ് ചെയ്യണമുണ്ട്, ദൈവം എന്നെ രണ്ടും ചെയ്യണം എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. We are people who have lost our direction in life. നമ്മള് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ഒരാളുകളാണ്, അല്ലെങ്കിൽ ലക്ഷ്യബോധവും ഇല്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ട ഒരാളുകളാണ്. ആൻഡ് the main thing we need is God's direction. അപ്പൊ നമുക്ക് അത് നഷ്ടപ്പെട്ടത് കൊണ്ട്, ഒരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടും നമുക്ക് അത് നഷ്ടപ്പെട്ടത് കൊണ്ടും നമുക്ക് ആവശ്യം ദൈവത്തിന്റെ നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴികാട്ടലാണ് നമുക്ക് ആവശ്യം. Step 11 says that we pray only. Notice this little word. 11-ാം പടി പറയുന്നത് എന്താണ്? നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാണ്. ഓൺലി എന്നുള്ള വേർഡ്. ഫോർ ദ നോളജ് ഓഫ് ഹിസ് വിൽ ഫോർ us. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി അദ്ദേഹം എനിക്ക് എന്ത് ഇച്ഛാശക്തിയാണ് തരാൻ പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആൻഡ് ദ പവർ ടു ക്യാരി ദാറ്റ്. അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ദൈവം എനിക്ക് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയിലൂടെ എനിക്ക് തരുന്ന ഒരു അറിവ്, അതിലൂടെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി. ഇതാണ് ഞാൻ പ്രാർത്ഥിച്ച 11-ാം പടിയിൽ.
we often hear this word only read over so fast that we don't notice it. നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ ഈ ഓൺലി പ്രേഡ് ഓൺലി ഫോർ ഹിസ് വിൽ വായിക്കുന്നത് ഫോർ ദ നോളജ് ഓഫ് ഹിസ് വിൽ. അതിന് നാമ്പടി പറയുന്നത് വി പ്രേ ഓൺലി ഫോർ ദ നോളജ്. ആ ഓൺലി എന്ന് പറയുന്നത് നമ്മൾ ഫാസ്റ്റായി വായിക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാനുള്ള സാധ്യത, നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ബട്ട് ദ ഇൻസ്ട്രക്ഷൻ ഈസ് വെരി സ്പെസിഫിക്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ ഒരു ഇൻസ്ട്രക്ഷൻ, അതായത് ഈ ഒരു നമുക്കുള്ള ഒരു നിർദ്ദേശം വളരെ സ്പെസിഫിക് ആണ്, വളരെ ക്ലിയർ ആണ്. we are talking about priorities. Other priorities in life may change, but to one who has been lost, the number one priority for the rest of his life is God's direction. നമ്മൾ മുൻഗണനകളെ പറ്റിയിട്ട് ഒരുപാട് നമ്മൾ ചിന്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ്, ആദ്യം ഏതാണ്, പിന്നെ അങ്ങനെ മുൻഗണന കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഴിതെറ്റിപ്പോയ ആൾക്കാരാണ്. വി ആർ ലോസ്റ്റ്, വി ഹാവ് ബീൻ ലോസ്റ്റ്. നമ്മൾ എവിടെയോ വഴിതെറ്റി, ഒരു മാർഗവും ഇല്ലാതെ എവിടെയോ വഴിതെറ്റിയിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നാമത്തെ മുൻഗണന എന്താണ്? ഇനിയുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം എനിക്ക് വേണം എന്നുള്ള അതാണ് നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത്. If God directs our life and we have the power to carry out his direction, we will find we are able to take care of most of the other things in life we have been asking him for. അപ്പോ അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു മാർഗനിർദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ ഒരു ശക്തി കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കാണുന്നത് എന്താണ്? നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ജീവിതത്തിലുള്ള മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. I always used God to get me out of trouble. ഞാൻ എപ്പോഴും ദൈവത്തെ ഉപയോഗിച്ചു. പ്രശ്നത്തിൽ നിന്നും ഞാൻ പുറത്തു ചാടാൻ വേണ്ടി ഞാൻ ദൈവത്തെ ഒരു ഉപകരണമാക്കി എടുത്തു. But I have found out in the 27 years of asking him to direct my life that I didn't need to ask. I have found out in 27 years of asking him to direct my life. അപ്പോ ദൈവത്തോട് ചോദിക്കേണ്ടതാണ്, എന്റെ ജീവിതത്തിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശം, ഒരു മാർഗം അങ്ങ് കാണിച്ചു തരണം. And അതാണ് വേണ്ടത്. And that I didn't need to ask him to get me out. അത് ചെയ്തു കഴിഞ്ഞാല് പിന്നെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണ്ട. ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശം നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണ്ട എന്നാണ് പറയുന്നത്. I realize that God's will for me is always good. അതൊരു വല്ലാത്തൊരു തിരിച്ചറിവാണ്. ദൈവത്തിന്റെ ഇച്ഛ എനിക്ക് എപ്പോഴും നല്ലതേ ഉണ്ടാക്കുള്ളൂ, നല്ലതേ, ദൈവത്തിന്റെ ഇച്ഛയിലൂടെ എനിക്ക് നല്ലതേ വരുള്ളൂ എന്ന് വളരെ ശക്തമായി ഞാൻ മനസ്സിലാക്കി. ഐ റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇറ്റ് ടു ക്യാരി ഔട്ട് ഹിസ് വിൽ, ഐ ഡിഡ് മൈ വിൽ ആൻഡ് യൂസ്ഡ് ഹിസ് ടു പുട്ട് മൈസെൽഫ് ഡൗൺ ആൻഡ് മേക്ക് മൈസെൽഫ് ഫീൽ ബാഡ് വിത്ത് ഗിൽറ്റ് ആൻഡ് റിമോഴ്സ്. ഞാൻ ഇത് ചെയ്യാതെ എന്ത് പറ്റിയെച്ചാല് വേറൊരു കാര്യം കൂടി തിരിച്ചറിയുന്നത് എന്താണ്? I also realized that God's direction has always been in my life. പിന്നീട് തിരിച്ചറിഞ്ഞു, ദൈവം എനിക്ക് എപ്പോഴും മാർഗനിർദ്ദേശം തന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇറ്റ് ടു ക്യാരി ഔട്ട് ഹിസ് വിൽ, അദ്ദേഹത്തിന്റെ ഇച്ഛയെ നടപ്പിലാക്കാൻ
വേണ്ടി അത് ഉപയോഗിക്കാതെ ഞാൻ എന്ത് ചെയ്തു? ഐ ഡിഡ് മൈ വിൽ. ഞാൻ എന്റെ ഇച്ഛയെ ഉപയോഗിച്ചു. ആൻഡ് യൂസ്ഡ് ഹിസ് ടു പുട്ട് മൈസെൽഫ് ഡൗൺ ആൻഡ് മേക്ക് മൈസെൽഫ് ആൻഡ് യൂസ്ഡ് ഹിസ് ടു പുട്ട് മൈസെൽഫ് ഡൗൺ. അപ്പൊ എന്റെ സ്വയം ഇച്ഛ ഞാൻ എടുത്ത് പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഇത് നടപ്പിലാവാതായപ്പോ ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയായിരുന്നു. ആൻഡ് മേക്ക് മൈസെൽഫ് ഫീൽ ബാഡ് വിത്ത് ഗിൽട്ട് ആൻഡ് റിമോഴ്സ്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഒരുപാട് കുറ്റബോധത്തോടു കൂടിയിട്ടും ഒരു വളരെ മനസ്സ്, വളരെ മോശമായ മനസ്സ്, റിമോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നല്ല മാനസികാവസ്ഥയിൽ അല്ലാത്തൊരവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ, ഐ യൂസ്ഡ് ഇറ്റ് ഇൻ എ നെഗറ്റീവ് വേ. അതായത് ആ ഒരു അവസ്ഥ, ഈ ഒരു കാര്യത്തെ, അതായത് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാതെ, അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാതെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്തു. ലേറ്റർ when I found out what it was, I recognized. പിന്നീടാണ് മനസ്സിലായത്, അതായത് ഈ പറയുന്ന കാര്യങ്ങള് ദൈവത്തിന്റെ അടുത്ത് മാർഗനിർദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ അടുത്ത് പ്രശ്നപരിഹാരം ചോദിക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള കാര്യങ്ങള് തിരിച്ചറിയാൻ സാധിച്ചു പിന്നീട് എന്നാണ്. All my life, when I was about to do something, I knew whether it was right or wrong. എന്തൊരു കാര്യവും ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ അത് ഉണ്ടായിരുന്നു അവിടെ. അത് നമ്മുടെ മുമ്പിൽ ഒരു 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 ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഓൾ മൈ ലൈഫ് വെൻ ഐ വാസ് എബൌട്ട് ടു ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഐ ന്യൂ വെദർ ഇറ്റ് വാസ് റൈറ്റ് ഓർ റോങ്. ഒന്നിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഐ നെവർ ടോൾഡ് എ ലൈ ദാറ്റ് ഐ ഡിഡ് നോട്ട് നോ വാസ് എ ലൈ. ഒരു ഉദാഹരണം പറയണം, ഞാൻ നുണ പറഞ്ഞില്ല. എന്താണത്? ദാറ്റ് ഐ ഡിഡ് നോട്ട് നോ വാസ് എ ലൈ. ഞാൻ നുണ പറഞ്ഞില്ല, എനിക്കത് നുണയാണോ എന്ന് അറിയാത്തത് വരെ ഞാൻ ഒരു നുണ പറഞ്ഞിട്ടില്ല. യു ഡോണ്ട് റിയലി സ്ലിപ്പ് ആൻഡ് ഡു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അങ്ങനെ വരുമ്പോ നമ്മള് യു ഡോണ്ട് റിയലി സ്ലിപ്പ് ആൻഡ് ഡു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. God's direction may have seemed small or it may have seemed inadequate. അങ്ങനെ വരുമ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ചെറുതായിട്ട് നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ പോരാതെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സ്റ്റെപ്പ് 11 ഈസ് അബൌട്ട് അവർ അവേക്കനിങ് ടു ഗോഡ്സ് ഡയറക്ഷൻ. അപ്പോൾ ദൈവത്തിന്റെ നിർദ്ദേശം എപ്പോഴും ഉണ്ട്. ആ നിർദ്ദേശം എന്താണെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നിന്നും ഉണർന്നു വരുന്ന ഒരു അവസ്ഥ. അലവിങ് ഇറ്റ് ടു കം എലൈവ് ഇൻ അവർ ലൈഫ്സ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് എന്ത് സംഭവിക്കുന്നു? അത് വളരെ ജീവനോട് കൂടിയിട്ട് വളരെ ശക്തമായ രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു. അതാണ് 11-ാം പടിയിൽ സംഭവിക്കുന്നത്. As we practice these suggestions and tap the inner source, we all come to rely on God's directions. അപ്പൊ ഈ ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ നമ്മൾ എപ്പോഴാണ് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ 11-ാം പടിയിലൂടെ നമുക്ക് ഉള്ളിലുള്ള ആ ഒരു സ്രോതസ്സിനെ നമുക്ക് ഉണർത്തിയെടുക്കാൻ സാധിക്കുന്ന ആ ഒരു സമയത്താണ്. And we'll find that step 11 has become the force of our lives. അങ്ങനെയാണ് 11-ാം പടി നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയായിട്ട് കാണാൻ സാധിക്കും. What we are talking about is each person developing his own healthy prayer life. ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരും അവരവരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, ഹെൽതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇവിടെ ഹെൽതി എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രാർത്ഥന ജീവിതം. Everyone who is willing to work at this can in a short period of time begin to feel the results of having a prayer life. ആർക്ക് വേണമെങ്കിലും ഇത് സാധിക്കും, അതിന് ആഗ്രഹമാണ് വേണ്ടത്.
ഈ ഒരു അതായത് നല്ലൊരു പ്രാർത്ഥന ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതിന്റെ റിസൾട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. ഫോർ എ ലോങ് ടൈം my prayers were ineffective, but I didn't realize why. കുറെ കാലം എൻ്റെ പ്രാർത്ഥന വലിയൊരു പ്രയോജനമില്ലാത്തൊരു പ്രാർത്ഥനയായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. It was because instead of praying for God's direction, my prayers were like letters to Santa Claus. God do this and God do that. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ദൈവം എന്ത് ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതന്നെ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള ആവശ്യം, അല്ലെങ്കിൽ ഇതേപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള ഓരോ, എനിക്ക് കാറ് വേണം, വീട് വേണം, ബസ് വേണം, അല്ലെങ്കിൽ സ്വത്ത് വേണം, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് ഞാൻ ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ ദൈവത്തിന്റെ വഴി എന്താണെന്നുള്ളതിന് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കുന്നില്ല. എനിക്കെന്ത് വേണമെന്ന് ദൈവത്തിനോട് ഞാൻ പറയുകയാണ്. അപ്പൊ അത് ആ ഒരു വ്യത്യാസം. ഇറ്റ് വാസ് ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രേയിങ് ഫോർ ഗോഡ്സ് ഡയറക്ഷൻ, അപ്പൊ അങ്ങ് എന്നെ മുമ്പോട്ട് വഴിതെളിച്ചു കൊണ്ടുപോകണം എന്ന് ചോദിക്കാതെ ദൈവം എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയുന്ന ആ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ letters to Santa Claus, God do this, God do that. Sometimes my prayers were answered, and often I didn't recognize they had been. And a while I gave up on the whole thing. അപ്പൊ ഇത് ചില സമയത്ത് ദൈവം എന്ത് ചോദിച്ചാലും തരും എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. Sometimes my prayers were answered, and often I didn't recognize they had been. അങ്ങനെ ആണെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ പോലും എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിഞ്ഞിരുന്നില്ല. അത് കുറെ കഴിയുമ്പോ ഇതൊന്നും വേണ്ടാന്ന് വെച്ചു. എന്താ വെച്ചാൽ ഒരു സംതൃപ്തി കിട്ടാത്തൊരു അവസ്ഥയെത്തി. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ചു. We need to remember to pray as if it all depended on God and work, and as if it all depended on us. We need to remember to pray as if it all depended on God and work, as if it all depended on us. അതായത് ഞാൻ ദൈവത്തിനോട് ചോദിക്കേണ്ടതല്ല എന്ത് വേണം, ദൈവം എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാതെ ദൈവം എനിക്ക് ദൈവത്തിന്റെ വഴി കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. Once we simplify our prayers and ask only for God's directions, അതായത് നമ്മുടെ പ്രാർത്ഥനയെ ലളിതവൽക്കരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ, ആൻഡ് ദ പവർ ടു ക്യാരി ദം ഔട്ട്, ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ചെയ്യാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Once we see God's directions throughout the day and act on them, we will see God working in our lives more and more each day. അപ്പോഴാണ് ദൈവം കൂടുതലായിട്ടും നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. Somebody told me once that when you pray for potatoes, the next thing you do is to get a spade and start digging. You don't sit on the porch and wait for something to start happening. We have to get involved because we are promised that God will give us directions and the power to carry them out. It's not magic. We still have to put the work into it. We have to get out there and get these things done. അപ്പൊ ഇത് തന്നെയാണ്, ഇത് താൻ ബാധി ദൈവം ബാധി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. Somebody told me once that when you pray for potatoes, the next thing you do is go get a spade and start digging. ദൈവത്തിനോട് പൊട്ടാറ്റോസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു.
ഒരു കുഴിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണ്. യു ഡോണ്ട് സിറ്റ് ഓൺ ദ പോർച്ച് ആൻഡ് വെയിറ്റ് ഫോർ സംതിങ് ടു സ്റ്റാർട്ട് ഹാപ്പനിങ്. വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. വി ഹാവ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. നമ്മൾ ആ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ അതിൽ ഉൾക്കൊള്ളാനും സാധിക്കണം. ബിക്കോസ് വി ആർ പ്രോമിസ്ഡ് ദാറ്റ് ഗോഡ്സ് വിൽ ഗിവ് us ഡയറക്ഷൻ. നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രോമിസ് കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗോഡ് വിൽ ഗിവ് us ഡയറക്ഷൻ. ദൈവം നമുക്ക് മാർഗനിർദ്ദേശം തരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നടത്തിപ്പിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാജിക് അല്ല, ഇറ്റ്സ് നോട്ട് മാജിക്. വി സ്റ്റിൽ ഹാവ് ടു പുട്ട് ദ വർക്ക് ഓൺ ഇറ്റ്. അപ്പൊ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ദെയർ. അതിന് നമ്മൾ കളിക്കളത്തിൽ ഇറങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഗെറ്റ് ദീസ് തിങ്സ് ഡൺ. ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. ഡെവലപ്പിംഗ് എ ഹെൽത്തി പ്രയർ ലൈഫ് ടേക്സ് ടൈം. ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. വി ആർ പീപ്പിൾ ഹു ഹാവ് ബീൻ ലോസ്റ്റ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമ്മൾ വഴിതെറ്റിപ്പോയ ആൾക്കാരാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത് തിരിച്ചു വരാനും അതിനുള്ള സമയവും എടുക്കും എന്ന് തന്നെയാണ്. ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് ന്യൂ പ്രയർ ഹാബിറ്റ്സ്. അതിനുവേണ്ടി നമ്മൾ പുതിയ പ്രാർത്ഥന അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് വിൽ ഗിവ് us സിമ്പിൾ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് വിൽ ഇൻ അവർ ലൈഫ്. അത് തന്നെയാണ് ഊന്നി പറയുന്നത്. ദൈവം എന്ത് ചെയ്യണം എന്ന് പറയാതെ ദൈവം നമുക്ക് മാർഗനിർദ്ദേശം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അത് തന്നെയാണ് ഈ പുതിയ പ്രാർത്ഥനയായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയും. ഇത് ഓരോ ദിവസവും നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്രയും വായിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുകയാണ്. സമയം 11:30 ആവാറായി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഷെയർ ചെയ്യണമെങ്കിൽ സംസാരിക്കില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ലക്ഷ്മൺ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ വൈകിയ വേളയിൽ ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായ ലക്ഷ്മൺ ചേട്ടനോട് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ലക്ഷ്മൺ ചേട്ടൻ്റെ ബുക്കിൽ വായിച്ച കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളെ പറ്റിയോ ഒരു സംശയങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാവാം. നമുക്കൊരു 10 മിനിറ്റോളം എടുക്കാം. ആർക്കെങ്കിലും മുമ്പിട്ട് വന്ന് സംസാരിക്കാമോ? ഞാൻ തന്നെ ഇതിന്റെ ഒരു ബ്രീഫായിട്ട് എനിക്കൊന്ന് പറയണം എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു 2 മിനിറ്റിൽ പറയാം. അതായത് റിക്കവറി, നോൺ റിക്കവറി 2 സ്റ്റേജ് ആണല്ലോ. ഇത് വായിച്ചതിന്റെ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവ് ഇപ്പൊ വായിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് പൈസ വേണമെന്ന് ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയും, അതായത് ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയമാണ്. അത് ഇപ്പോഴും ചിന്തിക്കുമ്പോ അതിന്റെ ഡയമെൻഷൻസ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എനിക്ക് എത്ര പൈസ കിട്ടിയാലും പോരാ എന്നുള്ളൊരു അവസ്ഥ. ഞാൻ സത്യം ഇപ്പൊ തിരിഞ്ഞ് ആലോചിക്കുമ്പോ അവിടെയാണ് ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ ജനിച്ചത് മുതൽ ഇപ്പൊ ഈ ഇതുവരെ ഞാൻ പൈസയില്ലാതെ പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. അതാണ് ദൈവത്തിന്റെ മാർഗം, ആ ദൈവം എന്നെ കൊണ്ടുപോയ മാർഗം. അത് ഞാൻ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഞാൻ നന്നായിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ദൈവം 3 നേരം ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒരു സ്ഥലം ഉണ്ടായിട്ടും, നല്ല പേരൻസ് ഉണ്ടായിട്ടും, നല്ല രീതിയിൽ എന്നെ വളർത്തിയാലും, അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടും, എനിക്ക് കുടുംബം ഉണ്ടായിട്ടും, ഞാൻ എന്തോ ഒരു ബദ്ധപ്പാടിലും ഒരു വെപ്രാളപ്പാടിലുമാണ്. എന്താ എനിക്ക് വേണ്ടത്? എനിക്ക് എന്തൊക്കെയോ വേണം. അപ്പൊ അവിടെയാണ് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചത് തന്നെ തെറ്റായിരുന്നു.
എനിക്ക് അത് വേണം അതായത് ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ 11-ാം പടി പറയുന്നത് ഗോഡ്സ് വിൽ എന്താണെന്ന് അറിയാനും അത് നടത്തി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അത് പോയിട്ട് എന്റെ വില്ലിനെ ദൈവത്തിന്റെ വില്ലാക്കി മാറ്റി അത് നടത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തെ അപ്പൊ എനിക്ക് കാര്യങ്ങൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പൈസ ഞാൻ അർഹിക്കുന്നതാണോ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്റെ സ്വാർത്ഥത കൊണ്ട് എനിക്ക് ഒരുപാട് കോടികൾ പൈസ വേണം. അത് അറിയില്ല, ഒരുപക്ഷെ ദൈവത്തോട് ചോദിച്ചാൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു എന്റെ ആ പ്രാർത്ഥനയൊക്കെ. അപ്പൊ അത് മാറിയിട്ട് അത് വിട്ടുകൊടുത്തുകൊണ്ട് 11-ാം പടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോ അങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്, അതേ നടക്കുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെയാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. അത് ആ തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ 11-ാം പടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു ലക്ഷ്മൺ ചേട്ടാ. ഇതേപോലെ നിങ്ങൾക്കും 2 മിനിറ്റ് എടുത്ത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നവർ മുമ്പിട്ട് വരാം. എന്തെങ്കിലും ഒരു സംശയമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിലും മുമ്പിട്ട് വന്ന് സംസാരിക്കാവുന്നതാണ്. അത് കഴിയുന്നത്ര രീതിയിൽ അറിയാവുന്ന രീതിയിൽ പരിഹരിക്കാൻ ലക്ഷ്മൺ ചേട്ടന് സാധിക്കുമിട്ട് ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഇന്നത്തെ മീറ്റിങ്ങിൽ പുതുതായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ വന്നിട്ടുണ്ടെങ്കിൽ മുമ്പിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? അപ്പോൾ ഒരിക്കൽ കൂടി ലക്ഷ്മണൻ ചേട്ടനും വിജയ മാസ്റ്ററുള്ള നന്ദി അറിയിക്കുകയാണ്. ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. ആരുടെയെങ്കിലും വാഗ്ദാനങ്ങൾ വായിക്കാൻ സാധിക്കുമോ? ഞാൻ പുറത്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ബുക്കില്ല. ആരും ഇല്ലേ? ഒരാളുടെ ശബ്ദം കേൾക്കുന്നില്ല. ലക്ഷ്മൺ ചേട്ടാ ജോലിയില്ല, അതുകൊണ്ട് ഞാൻ മൈക്കാൻ മുട്ടിയ. താങ്ക് യു ലക്ഷ്മൺ ചേട്ടാ. 29-ാം തീയതി അല്ലേ ലക്ഷ്മൺ ചേട്ടാ ബർത്ത്ഡേ? 20th ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ ഉള്ളേ? ലക്ഷ്മൺ ചേട്ടന്റെ 20ാമത്തെ ബർത്ത്ഡേ, 20 years. 29th, ഈ മാസം 29th. കഴിഞ്ഞ വർഷം ഈ സമയം ലക്ഷ്മൺ ചേട്ടൻ എവിടെ ആയിരുന്നു? US-ലായിരുന്നു, അമേരിക്കയിലായിരുന്നു. അന്ന് ഞാൻ ടോക്കൺ അയച്ചു കൊടുത്തു. ഞാൻ അന്ന് 20 വർഷം ആവുന്ന രീതിയിൽ ഞാൻ അന്ന് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇപ്പം പ്രയോജനമാകും. താങ്ക് യു ലക്ഷ്മൺ ചേട്ടാ ഫോർ യുവർ സർവീസ്. താങ്ക് യു. ഓക്കെ, ഹാപ്പി അഡ്വാൻസ്. ആയിട്ടില്ല, 29-ാം തീയതിയാണ്. അതെ, 27-ാം തീയതി എന്റെ സ്പോൺസറുടെ 39 വർഷം. 29-ാം തീയതി എന്റെ. അടുത്തടുത്തായതുകൊണ്ട് പറയുകയാണ്. എന്റെ സ്പോൺസർ എന്റെയും അടുത്തടുത്തായിട്ട് ഒരു ദിവസത്തിന്റെ ഇടവേളയിലാണ്. 27-ഉം 29-ഉം. ചേട്ടാ വാഗ്ദാനങ്ങൾ വായിക്കണോ? വായിച്ചോളൂ, വാഗ്ദാനങ്ങൾ വായിച്ചോളൂ. ഓക്കെ. എയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണ് എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുത പരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയടിക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയെന്ന് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഉൾവിളി കൊണ്ട് എന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു.
പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുമേൽ ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. താങ്ക് യു അൻകൊച്ചി. ജോലിച്ചേട്ടനുണ്ടോ ഇതില് പ്രാർത്ഥിക്കാൻ മുമ്പിട്ട് വന്ന ആർക്കെല്ലാം പ്രാർത്ഥന എഴുതി കൊടുക്കാമോ? ദൈവമേ ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാൻ സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതിയും പ്രശാന്തമനസ്സും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. പ്ലീസ് കമ്മിങ് ബാക്ക്. താങ്ക് യു. Everybody. താങ്ക് യു. Thank you.